ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നിർമ്മാണ മേഖലയിൽ ലോകം ഉറ്റുനോക്കുന്ന വിശ്വസനീയവും സ്ഥിരതയുള്ളതുമായ പങ്കാളിയാകാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5083 കോടി രൂപയുടെ പ്രതിരോധ കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യ. സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുക സുപ്രധാന ലക്ഷ്യം. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ അശാന്തി പടരുന്നു. നയതന്ത്രത്തിനും സംഭാഷണത്തിനുമുള്ള ആഹ്വാനം ആവർത്തിച്ച് ഇന്ത്യ. ടെഹ്റാനിലുണ്ടായിരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി ഇറാനിലെ ഇന്ത്യൻ എംബസി. സംഘർഷം ഇന്ധന ലഭ്യതയെ ബാധിക്കില്ലെന്ന് പെട്രോളിയം മന്ത്രാലയം. കേന്ദ്ര പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിൽ കേരളം മുൻപന്തിയിലെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് നിർവൃതിയിൽ ഭക്തലക്ഷങ്ങൾ. വാർത്തകൾ വിശദമായി. സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് 5083 കോടി രൂപയുടെ കരാറുകളിൽ ഒപ്പുവെച്ച് പ്രതിരോധ മന്ത്രാലയം. തീരസംരക്ഷണ സേനയ്ക്കായി 6 അത്യാധുനിക ലൈറ്റ് ഹെലികോപ്റ്ററുകളും ഇന്ത്യൻ നാവികസേനയ്ക്കായി ഉപരിതലത്തിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഷ്ടിൽ മിസൈലുകളും വാങ്ങാനുള്ളതാണ് കരാറുകൾ. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാറുകൾ ഒപ്പുവെച്ചത്. ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായും മിസൈലുകൾക്കായി റഷ്യൻ ഫെഡറേഷന്റെ റോസോബോറോൺ എക്സ്പോർട്ടുമായുമാണ് കരാറുകളിൽ ഏർപ്പെട്ടത്. നിർമ്മാണ മേഖലയിൽ ലോകമുറ്റുനോക്കുന്ന തരത്തിൽ വിശ്വസനീയവും സ്ഥിരതയുള്ളതുമായ പങ്കാളിയാകാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യവസായ മേഖല ഗുണനിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കൂടുതൽ നിർമ്മാണം, ഉൽപാദനം, കയറ്റുമതി എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച സുസ്ഥിരവും ശക്തവുമാക്കുക എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച ബജറ്റാനന്തര വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. हमारे प्रोडक्ट्स की क्वालिटी ग्लोबल स्टैंडर्ड इतना ही नहीं उससे भी बेहतर हो और इसके लिए हमें दूसरे देशों की जरूरतों को, वहां के लोगों की अपेक्षाओं को भी उसका अध्ययन करना पड़ेगा. हमें दूसरे देशों के लोगों की पसंद और उनके कंफर्ट को स्टडी करना ये सबसे बड़ी आवश्यकता है. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ നയതന്ത്രത്തിനും സംഭാഷണത്തിനുമുള്ള ആഹ്വാനം ആവർത്തിച്ച് ഇന്ത്യ. ഗൾഫ് മേഖലയിലെ ഏകദേശം 1 കോടി ഇന്ത്യൻ പൌരന്മാരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നീക്കത്തെയും ഇന്ത്യ അനുകൂലിക്കില്ലെന്ന് വിദേശകാര്യ വക്താവ് ശ്രീ രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. എല്ലാ കക്ഷികളും സംയമനം പാലിക്കാനും സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. നിലവിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ദേശീയ താൽപര്യം കണക്കിലെടുത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ അശാന്തി പടരുന്നു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെയും ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെയും സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ്. ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ യുഎസ് ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു. അതേസമയം ഇറാന്റെ നതാൻസ് ആണവ കേന്ദ്രത്തിൽ ആക്രമണത്തെ തുടർന്ന് നാശനഷ്ടങ്ങളുണ്ടായതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചു. ആണവ വികിരണത്തിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് യുഎൻ ആണവ നിരീക്ഷണ സംഘം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. തെക്കൻ ലെബനനിലും അതിർത്തി പ്രദേശങ്ങളിലും പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇസ്രായേൽ പ്രതിരോധ സേന നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇറാനിയൻ ഭരണകൂടത്തിനു വേണ്ടി ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുകയാണെന്നും ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരെ തങ്ങൾ പ്രത്യാക്രമണം നടത്തുന്നുണ്ടെന്നും സേന വ്യക്തമാക്കി. ബെയ്റൂട്ടിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് കമാൻഡർ അബു ഹംസ റാമിയും ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ആസ്ഥാനത്തിന്റെ തലവനായ ഹുസൈൻ മക്ലഡും കൊല്ലപ്പെട്ടതായി IDF സ്ഥിരീകരിച്ചു. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നിയന്ത്രണ സംവിധാനം, ഇറാനിയൻ വ്യോമ പ്രതിരോധ ശേഷികൾ, മിസൈൽ, ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ, സൈനിക വ്യോമ താവളങ്ങൾ എന്നിവ തകർത്തതായി അമേരിക്കൻ സൈന്യവും വ്യക്തമാക്കി. അതേസമയം US ഓപ്പറേഷനിടെ ഇതുവരെ 6 US സൈനികരാണ് കൊല്ലപ്പെട്ടത്. ടെഹ്റാനിൽ നിന്ന് ബഹ്റൈനിലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതായി USലെ ബഹ്റൈൻ അംബാസിഡർ അബ്ദുള്ള ബിൻ റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ ആരോപിച്ചു. സൌദി അറേബ്യയിലെ റിയാദിലുള്ള US എംബസിയിലും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് ടെഹ്റാനിലുണ്ടായിരുന്ന ഭൂരിഭാഗം ഇന്ത്യൻ വിദ്യാർത്ഥികളെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി ഇറാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇവർക്ക് ഭക്ഷണം, താമസം തുടങ്ങിയവയ്ക്കുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയതായും എംബസി വ്യക്തമാക്കി. ഇറാനിൽ തുടരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളോടും പൌരന്മാരോടും വീടുകൾക്കുള്ളിൽ തന്നെ കഴിയാനും പ്രതിഷേധങ്ങൾ നടക്കുന്ന മേഖലകളിൽ നിന്ന് വിട്ടുനിൽക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്.
പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ആഗോള ഊർജ്ജ സാഹചര്യം കണക്കിലെടുത്ത് രാജ്യത്തെ ജനങ്ങൾക്ക് ഇന്ധന ലഭ്യത ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യം നേരിടാൻ ആവശ്യമായ ഊർജ്ജശേഖരം രാജ്യത്തിനുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടായാൽ അത് നേരിടാൻ രാജ്യം സജ്ജമാണെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി മാധ്യമങ്ങളോട് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ സാഹചര്യങ്ങൾക്കിടയിൽ ദുബായിൽ നിന്നുള്ള ആദ്യ എയർ ഇന്ത്യ വിമാനം ഇന്ന് ന്യൂഡൽഹിയിലെത്തി. 149 യാത്രക്കാരും 8 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചത് യുഎഇയിൽ കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് ആശ്വാസമായി. ഗൾഫ് മേഖലയിൽ ഈ മാസം 5, 6 തീയതികളിൽ നടത്താനിരുന്ന 10, 12 ക്ലാസുകളിലെ സിബിഎസ്ഇ പരീക്ഷകൾ മാറ്റിവച്ചു. ബഹ്റൈൻ, ഇറാൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൌദി അറേബ്യ, യുഎഇ എന്നീ രാജ്യങ്ങളിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം. പുതുക്കിയ പരീക്ഷാ തീയതികൾ പിന്നീട് അറിയിക്കും. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ പിന്തുണച്ച് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് സംസാരിക്കുന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് പിഐബി വസ്തുതാ പരിശോധന വിഭാഗം. ഇത്തരം കൃത്രിമ വീഡിയോകൾക്കും വാർത്തകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. പ്രവാസി മലയാളികളുടെ സുരക്ഷയും ആശങ്കകളും മനസ്സിലാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജിസിസി രാജ്യങ്ങളിലെ ലോക കേരള സഭ പ്രതിനിധികളുടെ ഓൺലൈൻ യോഗം വിളിച്ചു ചേർത്തു. ഗൾഫ് മലയാളികളുടെ നിലവിലെ ആവശ്യങ്ങൾ നേരിട്ടറിഞ്ഞ് സർക്കാരിന്റെ പിന്തുണ ഉറപ്പാക്കുന്നതിനായാണ് യോഗം ചേർന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തെ ഗ്രാമവികസന മേഖലയിൽ നടക്കുന്ന പരിവർത്തനാത്മക സംരംഭങ്ങൾ അഭിനന്ദനാർഹമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസിൽ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, സഹമന്ത്രി ചന്ദ്രശേഖർ പെമസാനി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. മന്ത്രാലയത്തിന്റെ വിവിധ സംരംഭങ്ങളെക്കുറിച്ച് കേന്ദ്രമന്ത്രിമാർ വിശദീകരിച്ചു. കേന്ദ്ര പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിൽ കേരളം അയൽ തീരദേശ സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലെത്തിയതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. മത്സ്യബന്ധന അടിസ്ഥാന സൌകര്യ വികസന ഫണ്ടിനെക്കുറിച്ചുള്ള അവലോകന യോഗവും ശില്പശാലയും കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചിൻ ഷിപ്പ്യാർഡ് CSR ഗ്രാന്റ് ഉപയോഗിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ആമകൾ ഉൾപ്പെടാതെ മത്സ്യബന്ധനം നടത്തുന്നതിനുള്ള ഉപകരണങ്ങളുടെ വിതരണവും ചടങ്ങിൽ നടന്നു. ICC 2020 ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ആദ്യ സെമിയിൽ നാളെ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. മറ്റന്നാളാണ് ഇന്ത്യ ഇംഗ്ലണ്ട് സെമി പോരാട്ടം. ഈ മാസം 8-നാണ് ഫൈനൽ. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിവേദ്യം അർപ്പിച്ച് ഭക്തജനലക്ഷങ്ങൾ. പ്രാർത്ഥനാ സായുജ്യത്തിൽ മനം നിറഞ്ഞ് അനന്തപുരി. രാജ്യത്തെ ജനങ്ങൾക്ക് ഹോളി ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നാളെയാണ് വർണ്ണങ്ങളുടെ ഉത്സവമായ ഹോളി. പരിസ്ഥിതി വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം വിവിധ ഇക്കോ ക്ലബ്ബുകളിൽ പരിസ്ഥിതി സൌഹൃദ ഹോളി നിറങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ശില്പശാലകൾ സംഘടിപ്പിച്ചു. പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് നിറങ്ങൾ നിർമ്മിക്കുന്നതിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ പരിപാടിയിലൂടെ സാധിച്ചതായി മന്ത്രാലയം അറിയിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണവുമായി ബന്ധപ്പെട്ട ദ്വാരപാലക കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ സ്വാഭാവിക ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. ഇന്ന് ഹർജി പരിഗണിച്ച ശേഷം വിധി പറയാൻ നാളത്തേക്ക് മാറ്റുകയായിരുന്നു. കട്ടിളപ്പാളി കേസിൽ കഴിഞ്ഞ മാസം 20-ന് പത്മകുമാറിന് ജാമ്യം ലഭിച്ചിരുന്നു. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP ഉണ്ണികൃഷ്ണന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, KPCC അധ്യക്ഷൻ തുടങ്ങിയവർ. സംസ്കാരം നാളെ രാവിലെ കോഴിക്കോട് മാനാരി ശ്മശാനത്തിൽ നടക്കും. കോഴിക്കോട് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. 89 വയസ്സായിരുന്നു. പത്രപ്രവർത്തകനായിരുന്ന KP ഉണ്ണികൃഷ്ണൻ 1971-ൽ വടകരയിൽ നിന്ന് വിജയിച്ചാണ് ആദ്യമായി ലോക്സഭയിൽ എത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മാണ മേഖലയിൽ ലോകം ഉറ്റുനോക്കുന്ന വിശ്വസനീയവും സ്ഥിരതയുള്ളതുമായ പങ്കാളിയാകാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5083 കോടി രൂപയുടെ പ്രതിരോധ കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യ. സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുക സുപ്രധാന ലക്ഷ്യം. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ അശാന്തി പടരുന്നു. നയതന്ത്രത്തിനും സംഭാഷണത്തിനുമുള്ള ആഹ്വാനം ആവർത്തിച്ച് ഇന്ത്യ. ടെഹ്റാനിലുണ്ടായിരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി ഇറാനിലെ ഇന്ത്യൻ എംബസി. സംഘർഷം ഇന്ധന ലഭ്യതയെ ബാധിക്കില്ലെന്ന് പെട്രോളിയം മന്ത്രാലയം. കേന്ദ്ര പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിൽ കേരളം മുൻപന്തിയിലെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിച്ച നിർവൃതിയിൽ ഭക്തലക്ഷങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.